നമസ്കാരം. മാധ്യമപ്രവർത്തകൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, നടൻ ഇങ്ങനെ വിശാലമായ വിവിധങ്ങളായ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ജോൺ സാമുവലിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദൂരദർശനിലേക്ക് വന്നപ്പോൾ അഭിനയ ജീവിതത്തിനുണ്ടായ ഒരു തടസ്സത്തെ പറ്റി പറയാം. പക്ഷേ എഴുത്ത് ആ കൂട്ടത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വലിയൊരു ഒരു 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 സംഗതി എന്ന് പറഞ്ഞാൽ സിനിമ ഇവിടെ ദൂരദർശനിലെ ആ കാലത്ത് ഞങ്ങൾ 5 പ്രൊഡ്യൂസർമാരാണ് ഉള്ളത് ആകെ. അത് പിന്നെ ആദ്യം അരമണിക്കൂറായിരുന്നു, പിന്നെ അത് 2.5 മണിക്കൂറായി. സംപ്രേഷണത്തിൻ്റെ സമയം ദീർഘിപ്പിച്ചു, കൂടുതൽ പ്രൊഡ്യൂസർമാരെത്തി. പക്ഷേ ഓരോ പ്രൊഡ്യൂസർക്കും 2, 3, 4 പോർട്ട്ഫോളിയോസാണ് ഞങ്ങൾ ചെയ്യേണ്ടത്. 3-4 തരം പരിപാടികൾ ചെയ്യണം, ഒരു പരിപാടിയല്ല. ഇപ്പോഴും അങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത് ഒത്തിരി പേര്. അപ്പോൾ ഈ ഇതിൽ ശരിയായിട്ട് പറഞ്ഞാൽ അന്ന് 24 മണിക്കൂർ പോരായിരുന്നു ഒരു ദിവസത്തിന്. 24 മണിക്കൂർ കൊണ്ട് തേയില യാത്രകളും ഞാൻ പ്രത്യേകിച്ച് സ്പോർട്സാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് നടക്കുന്ന ഒരു സ്പോർട്സിന് പോയിട്ട് വരണമെങ്കിൽ 3 ദിവസമാവും. അവിടെ പോകണം, എടുക്കണം, തിരിച്ചു വരണം. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും അന്ന് കേരളം സ്പോർട്സിൻ്റെ കാര്യത്തിൽ വളരെ ഇതാണല്ലോ. എല്ലാ അസോസിയേഷൻസിനും സംസ്ഥാന തലത്തിലുള്ള മേളകൾ, ദേശീയ തലത്തിലുള്ള മേളകളൊക്കെ ഉണ്ട്. ദേശീയ തലത്തിലുള്ള മേള എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെയാണ് ചിലപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നത്. അങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് വായനയാണ്. വായന എന്ന് നഷ്ടപ്പെടുന്നു, എഴുത്ത് നഷ്ടപ്പെടും. വായിക്കാനുള്ള സമയം ആ സമയത്ത് കിട്ടിയില്ല. ഏകദേശം എനിക്കൊന്ന് 85 മുതൽ 2000 വരെ, 2000 കഴിയുന്നത് വരെ ഒരു 15 വർഷക്കാലം കംപ്ലീറ്റ് എഴുത്തിൽ നിന്ന് വിടേണ്ടത് വന്നു. ഒറ്റ പുസ്തകം പോലും ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടില്ല. 2005 അന്നപ്പോൾ ഈ ആകാശവാണിയിൽ വരുന്നതിന് മുമ്പ് എഴുതിയ കഥകളൊക്കെ വെച്ചിട്ട് അതിനും കാരണക്കാരൻ TN രജത്രൻ സാറാണ്. ഇവിടെ പിന്നെ നമ്മുടെ എസ് ഗുപ്ത നായർ സാറിൻ്റെ മനസ്സാസ്മരാമി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഇവിടെ റിലീസുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രാജേഷ് എന്ന് പറഞ്ഞിട്ട് റെയിൻബോ ബുക്സിൻ്റെ രാജേഷാണ് അന്ന് പബ്ലിഷ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് രാജേഷ് ഈ പുസ്തകത്തിൻ്റെ റിലീസിന് എന്നെ വിളിച്ചപ്പോൾ ഞാനവിടെ പോയിരുന്നു. അപ്പോൾ ജയചന്ദ്രൻ സാറ് ഞങ്ങൾ നേരത്തെയുള്ള പരിചയം ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോൾ തൻ്റെ എത്ര പുസ്തകങ്ങളുണ്ട്? ഞാൻ പറഞ്ഞു, സാർ ഒരു പുസ്തകം ഇതുവരെ വന്നിട്ടില്ല. എത്ര കഥകൾ താൻ എഴുതിയിട്ടുണ്ട് ഇതിനകം? ഞാൻ പറഞ്ഞു, ആകാശവാണിയിൽ ദൂരദർശനി വരുന്നതിന് മുമ്പ് ഏകദേശം ഒരു 10, 40, 50 കഥകൾ എഴുതിയിട്ടുണ്ടാവുക. 50 കഥ എഴുതിയിട്ടും തൻ്റെ ഒരു പുസ്തകം ഇതുവരെ വന്നിട്ടില്ലല്ലേ? സാറിന് ഒരു 5 കഥ എഴുതി കഴിഞ്ഞാൽ അത് പുസ്തകമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ട് നടക്കുന്ന എഴുത്തുകാരാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അങ്ങനെ ഒരു കൂടെ ഓട്ടം എപ്പം നിർത്തുന്നു അന്നേരം പുറന്തള്ളപ്പെടും. ഓടുമ്പോൾ കൂടെ ഓടണം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ജയചന്ദ്ര സാർ പറഞ്ഞ വാക്കുകൾ. ഇതെല്ലാം കേട്ടുകൊണ്ട് ഈ റെയിൻബോ ബുക്സിൻ്റെ രാജേഷ് അവിടെ ഇരിപ്പുണ്ട്. രാജേഷ് അപ്പം എൻ്റെ പറഞ്ഞു, ഞാൻ പബ്ലിഷ് ചെയ്യാം ആദ്യത്തെ പുസ്തകം. അങ്ങനെയാണ് പുസ്തകത്തിലേക്ക് ഈ ഹല്ലേലൂയ എന്ന് പറഞ്ഞൊരു കഥാസമാഹാരമാണ്. പിന്നെ അപ്പോൾ ഞാൻ ഈ പുസ്തകമായിട്ട് ഈ കഥകൾ വന്നു കഴിഞ്ഞപ്പം സത്യത്തിൽ പുസ്തകങ്ങളായിട്ട് എത്രയോ കാലം ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കരുത്. എത്രയോ പിന്നെ പുസ്തകങ്ങളും കഥകളും നോവലും ബാക്കിയുള്ള സഞ്ചാര സാഹിത്യവും ഒക്കെ വായിച്ചിട്ടും എന്നെക്കൊണ്ട് എന്തുകൊണ്ട് ഒരു പുസ്തകം രൂപത്തിലൊരു ഈ കഥകൾ വന്നില്ല എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഒരു ഖേദം തോന്നി. അതിനുശേഷം എല്ലാ വർഷവും ഒരു പുസ്തകം വെച്ചിരുന്നു. കാര്യം പഴയ കഥകളെല്ലാം എടുത്തിട്ട് പുസ്തകമാക്കി പിന്നെ എഴുത്തിലേക്ക് വരാനായിട്ട് സാധിച്ചു. രണ്ടാം ഘട്ടമായിരുന്നു 2005, 2007. ഇപ്പം സ്പോർട്സുമായിട്ട് കുറച്ച് പിന്നെ ഇതിൻ്റെ ഈ ടെലികാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ചുകൂടെ സമയം കിട്ടി, യാത്രകൾ കുറഞ്ഞു. അപ്പോൾ വായിക്കാൻ സാധിച്ചു. എന്ന് വായനയിലേക്ക് തിരിച്ചെത്തിയോ അന്ന് എഴുത്തിലേക്ക് തിരിച്ചെത്തി സജീവമായി. പിന്നെ എഴുത്തിൻ്റെ ഒരു ഇന്ധനം എന്ന് പറയുന്നത് വായന തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മളൊരു ഒരു 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 2 ആഴ്ച വായിക്കാതിരുന്നാട്ട് നമ്മുടെ മനസ്സിലൊരു വാക്ക് പോലും വരില്ല. എഴുത്തിൻ്റെ ഒരു സവിശേഷതയാണ്. കാര്യം എഴുത്ത് സ്വകീയമാണ്, വായനയും സ്വകീയമാണ്. എനിക്ക് വേണ്ടി താങ്കൾക്ക് വായിക്കാൻ പറ്റില്ല, അല്ലേ? എനിക്ക് വേണ്ടി താങ്കൾക്ക് എഴുതാനും പറ്റത്തില്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഓക്കെ. കേരള സാഹിത്യ അക്കാദമി അംഗമായിട്ടിരിക്കുകയും സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച ചില പ്രോഗ്രാമുകൾക്ക് നേതൃത്വം വഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആ ഒരു അനുഭവം. പെരുമ്പട ശ്രീധരൻ പണ്ട് വരെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആർട്സ് ക്ലബിൻ്റെ കാര്യത്തിന് കൂടി അങ്ങനെ പരിചയപ്പെട്ട ആളാണ് പെരുമ്പട ശ്രീധരൻ. പക്ഷേ പെരുമ്പട ശ്രീധരൻ അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് താമസമായി കഴിഞ്ഞ് ഞാൻ MA തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്തും അതിനുശേഷം ഇദ്ദേഹമായിട്ട് വളരെ അടുപ്പമായിരുന്നു ഞങ്ങൾ തമ്മിൽ ബന്ധമൊക്കെ ഉണ്ട്. അപ്പം പെരുമ്പട ശ്രീധരൻ അക്കാദമിയുടെ പ്രസിഡൻ്റായിട്ട് നിയമിതമായപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ അഭിനന്ദിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഈ തവണ നിങ്ങൾ ഈ പുതിയ ഭരണസമിതി ഒരു വിശ്വമലയാള മഹോത്സവം സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആ ഐഡിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല കാര്യമുണ്ടല്ലോ. അപ്പം പണ്ട് പുതുശ്ശേരി രാമേന്ദ്രൻ സാർ ഇരുന്ന സമയത്ത് ഒരു മലയാള മഹോത്സവം ഇവിടെ സംഘടിപ്പിച്ചത് വർഷങ്ങൾക്ക് മുമ്പാണ്.
അപ്പോൾ ഇത് കുറച്ചുകൂടി ഇപ്പം മലയാള സാഹിത്യത്തെ ജനങ്ങളുമായിട്ട് മറ്റുള്ള സാഹിത്യ ഭാഷകളിൽ നിന്നുള്ള സാഹിത്യകാരന്മാരും ഒക്കെ ബെന്നോക്രിയൊക്കെ വന്നാണ് ഈ നമ്മുടെ മലയാള സാഹിത്യത്തിന്. പിന്നെ അതുപോലെ തന്നെ ജ്ഞാനപീഠം നേടിയിട്ടുള്ള ആൾക്കാർ 200ഓളം എഴുത്തുകാരാണ് 12 സെഷനുകളായിട്ട് അന്ന് വിശ്വമലയാള മഹോത്സവത്തിൽ പങ്കെടുക്കാൻ കാര്യം. അത് തിരുവനന്തപുരത്ത് ഒരു പല വേദികളിൽ രാഷ്ട്രപതിയാണല്ലോ ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ പെരുമ്പട സ്ഥലത്ത് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് അക്കാദമിയുടെ നിർവാഹക സമിതിയിൽ ഇത് അവതരിപ്പിക്കുന്നു, ഇത് നല്ലതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ നോമിനേറ്റ് ചെയ്യായിരുന്നു സാഹിത്യ അക്കാദമിയിലേക്ക്. എന്നിട്ട് ഇതിൻ്റെ ജനറൽ കൺവീനർ സ്ഥാനം പിടിച്ചേൽപ്പിച്ചു. സന്തോഷപൂർവ്വം കൈപിടിച്ച് വായിച്ചു. ജീവിതത്തിൽ ഒരു റോൾ മോഡലായിട്ട് അല്ലെങ്കിൽ എഴുത്തിൽ അങ്ങനെ ഒരു സ്വാധീനിച്ചിട്ടുണ്ടായിരുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും? പ്രത്യേകിച്ച് അറിവില്ല, എല്ലാവരും സ്വാധീനിച്ചിട്ടുണ്ട്. റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളല്ലേ, നമ്മുടെ ഇതിന് തന്നെ റോൾ മോഡൽ നമ്മൾ തന്നെ. നമ്മളൊരാളുടെ ഒരു എഴുത്തുകാരനെ റോൾ മോഡലാക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അവർ അനുകരണമാവില്ലേ? അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എല്ലാ എഴുത്തുകാരുടെയും രചനകളും സന്തോഷപൂർവ്വം ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ വരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വായിക്കുകയും അതൊക്കെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെറുകഥ വളരെ പ്രിയപ്പെട്ട ഒരു മേഖലയാണെന്ന് പറയുകയുണ്ടായി. ഒരിക്കൽ മികച്ച 10 കഥകൾ, മലയാളത്തിലെ 10 കഥകൾ വിലയിരുത്തുന്ന കൂട്ടത്തിൽ എം കൃഷ്ണൻ നായർ സാറ് അങ്ങയുടെ മാർത്തയുടെ കത്തുകൾ എന്നൊരു കൃതി പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു സവിശേഷത എന്താ? ആ കഥയുടെ ഒരു പ്രത്യേകത എന്താണ്? എനിക്ക് തോന്നുന്നു അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള വാരികയ്ക്ക് വേണ്ടിയാണ് പത്രമാണോ അദ്ദേഹം ഈ എല്ലാ വർഷവും 10 കഥകൾ, മികച്ച ആ വർഷത്തെ 10 കഥകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്ത് അവതരിപ്പിക്കുമായിരുന്നു. ഡിസംബർ 31 ജാനുവരി 1 ഇറങ്ങുന്ന ആ സമയത്ത് ഒരു വർഷത്തേതാണ്. അങ്ങനെയാണ് ഈ മാർത്തയുടെ കത്തുകൾ എന്ന് പറയുന്ന കഥ അദ്ദേഹം തിരഞ്ഞെടുത്തു ഏറ്റവും മികച്ച 10 കഥകളിലൊന്നായിട്ട്. അതുവരെ എൻ്റെ 1-2 കഥ അദ്ദേഹം എന്നെ പഠിപ്പിച്ച സാറാ, പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ അധ്യാപകനായിരുന്നു കൃഷ്ണൻ നായർ സാറ്. വളരെ സ്നേഹമുള്ള സാറാണ്. പക്ഷേ കഥകൾ, ഞാൻ എഴുതിയിട്ടുള്ള കഥകളെ വളരെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയും കൊല വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില കഥകൾ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ അദ്ദേഹം തിരഞ്ഞെടുത്തത് അത് ഒരു ഭയങ്കര അത്ഭുതമൊന്നുമല്ല, അദ്ദേഹത്തിനോടുള്ള സർവ്വ ബഹുമാനവും ഇരട്ടിപ്പിച്ച ഒരു സംഗതിയാണത്. കാര്യം അത് തിരഞ്ഞെടുത്ത അന്ന് മലയാളത്തിലെ ഞാനന്ന് കഥകൾ എഴുതി ഒരു സാധാരണ എഴുത്തുകാരനേ ഉള്ളൂ. നമ്മൾ മലയാളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള മറ്റ് 9 പേരുടെ കൂട്ടത്തിൽ 10ാമനായിട്ട് എന്നെയും കൂടെ പെടുത്തി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു സന്തോഷത്തെ കെയർ ഓഫിലാണ് ആ കഥ ഉണ്ടായത്. വളരെ രസകരമായ ഒരു പശ്ചാത്തലം ഉണ്ടായതിന്. അതായത് ദൂരദർശന് വേണ്ടിയിട്ട് കോട്ടയത്ത് ഒരു ക്രിസ്മസ് പരിപാടി റെക്കോർഡ് ചെയ്യാനായിട്ട് പോയി. ആ പരിപാടിയുടെ ഛായാഗ്രാഹകൻ അളകപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ദൂരദർശൻ്റെ തന്നെ ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അദ്ദേഹം. ഈ പരിപാടി റെക്കോർഡ് ചെയ്ത് നീണ്ടു പോയി, സന്ധ്യയായി, രാത്രിയായി. അപ്പോൾ പള്ളിയുടെ തൊട്ടപ്പുറത്തൊരു ശ്മശാനമുണ്ട്. അപ്പോൾ അളകപ്പനൊരു സിഗരറ്റ് വലിക്കണം. സിഗരറ്റ് വലിക്കാനായിട്ട് അളകപ്പൻ പതുക്കെ ശ്മശാനത്തിലേക്ക് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മാറി നിന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പം അവിടെ ഒരു ജനറേറ്റർ വെച്ചിട്ടുണ്ട് രാത്രിയിലത്തേക്ക്. പിന്നെ രാത്രിയാകുമ്പോഴത്തേക്ക് ലൈറ്റപ്പിന് വേണ്ടി ജനറേറ്റർ ഉണ്ട്. ജനറേറ്റർ വലിയ ശബ്ദത്തിലിടുക. അപ്പോൾ അളകപ്പൻ അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞു, അയ്യോ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഈ കുഴിമാടത്തിൽ കിടക്കുന്നവരെല്ലാം എഴുന്നേറ്റ് വരുമല്ലോ എന്ന് അളകപ്പൻ പറഞ്ഞപ്പോൾ അതൊരു സ്പാർക്കായി. ഒരു സ്പാർക്ക് പോലെ അവിടെ നോക്കുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കല്ലറ അവിടെ കേട്ടിട്ടുണ്ട്. കല്ലറയുടെ മേളിൽ ഒരു അമ്മച്ചിയുടെ പേരാണ്, ഒരു സ്ത്രീയുടെ പേരാവും. ഒരു 81 ഇയേഴ്സോ 85 ഇയേഴ്സോ കണ്ട് മരിച്ചു പോയൊരു സ്ത്രീയുടെ പേരാണ് അതിനകത്തുള്ളത്. അവിടെ നിന്ന് ആ സ്പാർക്ക് കിട്ടിയ ഒരു കഥയാണ് ഈ മാർത്തയുടെ കഥ. വിഷയം എന്താണെന്നറിയോ? പിന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച് നസ്രാണി കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ നസ്രാണി കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അമ്മായിമ്മ പോരാണ്. അതാണ് ഇതിൻ്റെ വിഷയം. അപ്പം മകന് ഒരു സുന്ദരി ഒരു പെണ്ണ് കാണാൻ ചെന്നപ്പം ഈ മകന് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് നല്ല വെളുത്ത സുന്ദരിയായ ഒരു കൊച്ചാണ്. അപ്പോൾ ഇവൻ അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവനത് മതി, ആ പെണ്ണിനെ കെട്ടിയാൽ മതി. പക്ഷേ ഇവന് വേണ്ടി നഴ്സായിട്ട് ആരെങ്കിലും ഒരാൾ അമേരിക്കയ്ക്ക് പോകാനായിട്ട് തയ്യാറാണെങ്കിൽ ഒത്തിരി കാശുണ്ടാക്കാൻ പറ്റും. അങ്ങനെ അന്നത്തെ ഒരു ഇതാണല്ലോ. അങ്ങനെ ഈ നേഴ്സിങ്ങിന് വേണ്ടി വരുന്നത്. അപ്പോൾ ഈ അമ്മയ്ക്ക് ഇവനെ കെട്ടിയത് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാര്യം ഇത് കിട്ടിയില്ല, എന്തായാലും പറഞ്ഞ ശ്രീധര പണം കിട്ടിയില്ല. അങ്ങനെ പോയി. അപ്പോൾ ഇവനങ്ങ് പോയി അമേരിക്കയ്ക്ക് പോയി. തിരിച്ചു കൊണ്ടുപോകാനായിട്ടുള്ള പിന്നീട് ഭാര്യയെ കൊണ്ടുപോകാന്നുള്ള ഇത് വെച്ചിട്ടാണ്. പക്ഷേ ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇവരെ ഇങ്ങനെ ഇൽട്രീറ്റ് ചെയ്യാണ് ഈ പെൺകൊച്ചിനെ. ഇൽട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ഓരോ ദിവസത്തിലും അന്ന് ഈ ടെലിഫോണൊന്നും ഇല്ലല്ലോ,
ഈ നമ്മുടെ മൊബൈലൊന്നുമില്ല. അപ്പോൾ ഓരോ ആഴ്ചയിലും കത്തെഴുതണം എന്നുള്ളതാണ് പരിപാടി മാത്രമേ. അപ്പോൾ ഓരോ ആഴ്ചയിലും ഇങ്ങനെ കത്തെഴുതി വാർത്തയുടെ കത്തുകൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം. അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കാശുണ്ടല്ലോ, അവൻ പോയി കാശുണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ. ഈ അമ്മ മരിക്കുന്നു. അമ്മ മരിച്ചു കഴിയുമ്പോൾ അമ്മയെ അടക്കി. അപ്പോൾ അമ്മയെ അടക്കിയപ്പോൾ ഈ പിന്നെ ഈ മാർത്ത ഭർത്താവിന് എഴുതി, നമുക്ക് അമ്മയുടെ സംസ്കാരം നല്ല ഗംഭീരമായിട്ട് നടത്തണം, നല്ല കല്ലറ വേണം അതിന് കെട്ടാനായിട്ട്. പിന്നെ ഇടുക്കി ഡാമുണ്ടല്ലോ, ഇടുക്കി ഡാമിൻ്റെ ഒരു കല്ല് എന്ന് പറഞ്ഞാൽ ഐസ് ക്യൂബ് ഇട്ടാണ് കോൺക്രീറ്റ് കിട്ടിയിരിക്കുന്നത്. അറിയോ, ഒരിക്കലും പൊട്ടാരികത്തൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യ ടെക്നോളജിയാണ്. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഇടുക്കി ഡാമിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, അതേപോലെ തന്നെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ട് ഈ പിന്നെ ഇത് കെട്ടണം, ഈ ശവക്കല്ലറ കെട്ടണം എന്നൊക്കെ പറയുമ്പോൾ ഇവന് ഭാര്യയോട് ഭയങ്കര സന്തോഷമായി, അമ്മ ഇത്രയും സ്നേഹിക്കുന്നല്ലോ എന്ന് പറയും. അപ്പോൾ പുള്ളി അവധിക്കോടെ വന്നു, എല്ലാം കഴിഞ്ഞ് പിന്നെ കല്ലറയൊക്കെ കെട്ടി ഇതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്ത് പറഞ്ഞു, നിന്നെ ഞാൻ വിചാരിച്ച പോലെ അല്ല എന്ന് പറയും. അതെന്താ അറിയാമോ, ഐസ് ക്യൂബ് ഇട്ട് കെട്ടി കഴിഞ്ഞാൽ ഒരിക്കലും കല്ലറ, യേശുക്രിസ്തു വരുന്ന സമയത്ത് യേശുവിൻ്റെ രണ്ടാം വരവിൽ കല്ലറയിൽ നിന്ന് ആളുകൾ ഉയർത്തെഴുന്നേറ്റ് കൂടെ പോകുമെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ത്രീ എഴുന്നേക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നാണ് ഇതിൻ്റെ ഒരു കഥയുടെ ഇത്, മനസ്സിലായി. അപ്പോൾ ഈ അമ്മായിയമ്മ ഇതിനകത്ത് ഒരു കാരണവശാലും കല്ലറയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു ഇതിനെ കൃഷ്ണൻ സാറ് പിന്നെ എനിക്കൊന്ന് ഇതിനകത്ത് ഈ പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ബാലഫലത്തിൽ പ്രധാനപ്പെട്ട ഒരു നന്നായിട്ട് എഴുതുകയും ആ വർഷത്തെ 10 കഥകളിലൊന്നായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഓക്കെ. ഒരുപാട് മേഖലകളിൽ കൈയൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ പുതിയ എഴുത്തുകാർക്ക് സാറിന് നൽകാനുള്ള ഒരു നിർദ്ദേശം എന്താണ്? എഴുത്തുകാർ നമ്മളങ്ങനെ ഒരു 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 പ്രത്യേകിച്ച് നിർദ്ദേശം ഒരു എഴുത്തുകാരൻ വേറൊരു എഴുത്തുകാർക്ക് നൽകേണ്ട കാര്യമില്ല. കാര്യം എഴുത്തെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ ഒരു സ്വകീയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ മാത്രം ഇൻവോൾവ് ആയിട്ട് നമ്മുടെ ചിന്തകൾ നമ്മൾ എഴുതി നമ്മൾക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ അത് അവതരിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു ഒരു 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 പുതിയൊരു എഴുത്തുകാരൻ്റെ ഈ രീതിയിൽ എഴുതാവൂ എന്ന് പറയാനായിട്ട് പാടില്ല. വേറൊരാൾ ഞാൻ നേരത്തെ പറയുക ഒരു പ്രണയകഥ എഴുതിയപ്പം ഇയാളെന്തിനാ ഇങ്ങനെ കഥ എഴുതിയെന്ന് ചോദിച്ചാൽ ആ രീതിയിൽ എഴുതാൻ പറയാൻ പാടില്ല, നിരൂപനം പറയാൻ പാടില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനെ അവതരിപ്പിച്ച് പ്രഖ്യാപിച്ച് പിന്തുണ നേടുന്ന ആ ഒരു ചിത്രം അത് മാറ്റണം. പുതിയ എഴുത്തുകാരൻ അവൻ്റെ മനസ്സിൽ തോന്നുന്ന നല്ല കാര്യങ്ങൾ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സദുദ്ദേശപരമായിട്ടുള്ള കഥകൾ എഴുതണം എന്നുള്ളതല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് സാംസ്കാരികമായിട്ടുള്ളൊരു ഔന്നത്യം കാണിക്കാൻ അവൻ ബാധ്യസ്ഥനാണ്, അല്ലേ? അതേ ഉള്ളൂ പുതിയ തലമുറയിൽപ്പെട്ടവരെടുക്കലെന്ന് പറയാം. ഓക്കെ. പിന്നെ ഈ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇപ്പം ഇത്രയും നാളത്തെ ഓർമ്മകളുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർക്കുകൾ ചെയ്തതിൻ്റെ ഒരു പാരമ്പര്യം. അപ്പോൾ ഇപ്പം പുതിയ എന്തെല്ലാം വർക്കുകളാണ് ഇപ്പോൾ സാർ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വർക്ക് ഇതായിരുന്നു. ഈ 5 പുസ്തകങ്ങൾ ഈ വർഷം ഇറങ്ങിയത്. 5 വർഷം ഞാൻ നാടോടി കഥകളുടെ ഒരു 100-111 കഥകൾ അതിൻ്റെ തീർത്തത് ഇപ്പം ഈ വർഷം ഇറങ്ങിയത്. പിന്നെ നോവലുകളുടെ ഒരു പുതിയ ഒരു പുസ്തകം ഈ വർഷം ഇറങ്ങി. പിന്നെ 2-3 പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് എഴുതിയിട്ടുണ്ട്. ബാക്കിയുള്ളത് എഴുതുന്നതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എഴുത്തിനെ സംബന്ധിച്ച് പറയുമ്പം ഈ ഒരു സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന പോലെയാണെന്ന് ഒരിക്കലും ചന്ദ്രമതി എഴുത്തുകാരിയായിട്ടുള്ള അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചും അയാൾക്ക് മാത്രം പറയാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു എഴുത്ത്, അല്ല അതിലൂടെ രൂപപ്പെടുന്ന ഒരു സൃഷ്ടി ഉണ്ടായി കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്. സാറിന് അത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ചന്ദ്രമതി ടീച്ചർ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. ഞാനത് നേരത്തെ പറയും എഴുത്ത് സ്വകീയമാണെന്ന് പറഞ്ഞു. അതൊരു വേറൊരാളുടെ ഒരു ഇതിനകത്ത് നമ്മൾ എഴുത്തെന്ന് പറഞ്ഞാൽ വെച്ച് വളരെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ എഴുതുകയെന്ന് പറഞ്ഞാൽ വളരെ വേദനയേറിയ ഒരു കാലഘട്ടമാണ്. ഒരു കഥയൊക്കെ തീർക്കണമെങ്കിൽ ചിലപ്പോൾ ഒരു പിന്നെ 5-6 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. 5-6 ദിവസമല്ല, ചിലപ്പോൾ അത് കൂടുതലെടുക്കുക, ചിലപ്പോൾ എഴുതി ഇങ്ങനെ വന്നങ്ങ് നിൽക്കും. അത് നമ്മുടെ ഒരു രീതിയായിരിക്കും, നമ്മുടെ ഒരു രീതി. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ വർഷത്തിലൊരു 3 അല്ലെങ്കിൽ 4 കഥകളിൽ കൂടുതൽ എഴുതാറില്ല. സൂകരപ്രസവം ഇല്ല, അതിൽ വിശ്വാസമില്ല. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നമ്മളിങ്ങനെ എഴുതി നമുക്ക് തോന്നുന്ന നമ്മൾക്ക് ഏത് രീതിയിൽ നമുക്ക് എന്നെ സംതൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നു, എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാകുന്നു, ആ സമയത്ത് ആ കഥയ്ക്കോ അല്ലെങ്കിൽ നോവലിനോ ഏത് എഴുത്തിനും അതിൻ്റേതായിട്ടുള്ള അതൊരു സ്പോർട്സിനെ കുറിച്ച് ഞാൻ എഴുതുന്ന സമയത്തും അത് ആ ഒരു ചിന്താഗതിയാണ് ഉള്ളത്. ചിലപ്പോൾ സ്പോർട്സിനെ കുറിച്ച് ഈയിടെ പിന്നെ ഒളിമ്പിക്സ് വന്ന സമയത്ത് ഒളിമ്പിക്സിനെ കുറിച്ചൊരു സാധനം
നമ്മുടെ ഒരു വാരിക ആവശ്യപ്പെട്ടു. അപ്പോൾ ഒളിമ്പിക്സിനെ കുറിച്ച് എഴുതിയാൽ ആ ഒളിമ്പിക്സിനെ കുറിച്ച് നമുക്ക് കാര്യം ഡേറ്റ ഇഷ്ടം പോലെ അവൈലബിളാണ്, നമുക്ക് കിട്ടുമല്ലോ. പക്ഷെ അതല്ല പ്രധാനം. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഏത് രീതിയിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള, ഏത് രീതിയിൽ കാഴ്ചപ്പാടോടുകൂടി വ്യത്യസ്തതയോടുകൂടി അതിനെ അവതരിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചത്. ആ അവതരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ 2 ദിവസം 3 ദിവസം നമുക്ക് വേണ്ടി വരുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും, പിന്നെ എഴുതാൻ, പിന്നെ തിരുത്താൻ. അപ്പോൾ ഒരു ഒരു സ്പോർട്സിൻ്റെ അടുത്ത് സാധാരണ പണ്ട് ഇത് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഈ കോളം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. കോളം എഴുതുന്ന സമയത്ത് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ എഴുതി തീർത്ത് പത്രത്തിന് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അല്ല, ലേഖനങ്ങൾ ഈ രീതിയിൽ എഴുതി വരുമ്പോഴത്തേക്ക് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച്, അപ്പോൾ എഴുത്തെന്ന് പറയുന്നത് ഇപ്പോൾ ഏതിനെക്കുറിച്ച് കഥയാകുമ്പോൾ നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിൽ തന്നെ ആശ്രയിച്ച് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്നല്ലേ. മറ്റേത് നമുക്ക് കുറേ ഫാക്ച്വൽസിൽ നമുക്ക് പോകാമല്ലോ ബാക്കിയുള്ള എഴുത്തിന്. കഥയോ നോവലാണെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെയുള്ള അതിൻ്റെ എല്ലാം A to Z നമ്മളിലാണ് നിൽക്കുന്നത്, നമ്മുടെ ഭാവനയനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനായിട്ടുള്ള അതിൻ്റേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടല്ല, അതിൻ്റേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കൂടുതൽ വേണ്ടി വരും. അത്ര എളുപ്പമല്ല. പഴയ സിനിമകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഇപ്പോൾ പുതിയ കാലത്ത് പുതിയ രീതിയിലുള്ള സിനിമകളൊക്കെ പുറത്തു വരുന്നത്, അത്തരം സിനിമകളൊക്കെ കാണാറുണ്ടോ? ഇപ്പോഴത്തെ സിനിമകളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു അഭിപ്രായം എന്താണ്? ഈ സിനിമ ഒരു എന്താ ഇതിന് പറയുക എന്നുള്ളത് എനിക്കതൊരു ഒരു രൂപമില്ല. കാര്യം എന്നറിയോ, നമ്മുടെയൊക്കെ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു സിനിമ എന്ന് പറയുന്നത് സിനിമ അനുഭവിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളാണ്. സിനിമയിൽ എന്തൊരു കഥയുണ്ടാവണം, ആ കഥാപാത്രങ്ങൾക്ക് അവരുടെ വികാരങ്ങൾക്കുണ്ടാവണം, അവരുടെ വേദനയ്ക്ക് അവർ ചിരിക്കണം, സന്തോഷിക്കണം, അവരുടെ ദുരന്തങ്ങളിൽപ്പെടുന്നവരെ ആ രീതിയിൽ അവർ വേണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ സിനിമകൾ സത്യത്തിൽ നമുക്ക് കാണാവുന്നു, നമുക്ക് ആസ്വദിക്കാവുന്നതാണത്. എത്രത്തോളം അതിനകത്ത് ജീവിതമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. എത്രത്തോളം ജീവിതഗന്ധിയാണ് സിനിമകൾ എന്നുള്ളതിനെക്കുറിച്ച് സംശയമുണ്ട്. അത് എനിക്ക് തോന്നുന്നു പൊതുവിൽ ഈ കലാരംഗത്തുള്ള ഒരു പ്രശ്നമാണത്. ജീവിതഗന്ധിയായിട്ടുള്ള ഇസത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മനസ്സിലായി, ഇസങ്ങളല്ല ഞാൻ പറയുന്നത്. പക്ഷേ എഴുത്തും ഏത് കലാസൃഷ്ടിയും ജീവിതമായിട്ട് ബന്ധമുള്ളിടത്തോളം കാലം ആ രീതിയിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹമാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റാണുള്ളത്. ഓക്കെ. അതുപോലെ ഇപ്പം സാറിൻ്റെ സൗഹൃദ വലയങ്ങളെക്കുറിച്ച് പറയുകയുണ്ടായി. വളരെ വിശാലമായതും വിപുലമായതുമായിട്ടുള്ള വലിയ സൗഹൃദ വലയങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആ സൗഹൃദ കൂട്ടായ്മകൾ ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത്? സൗഹൃദ കൂട്ടായ്മകൾ ജീവിതത്തിന് നമുക്ക് ഒരു എരിവ് വരുന്ന സംഗതിയാണ്, പക്ഷേ എഴുത്തിനൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പണ്ടൊരിക്കൽ ഒരു ആഗൽ കർസ എന്നും പറഞ്ഞിട്ടൊരു കഥ എഴുതി ഞാൻ, മാതൃഭൂമിയിൽ തന്നെ വന്നത്. ആഗൽ കർസ അത് എഴുതിയിട്ട് ഒരു ദിവസം മറ്റേ കഴിഞ്ഞപ്പോൾ എനിക്ക് വെളുപ്പിന് ഒരു 4 മണിയാകുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ഫോൺ എടുത്ത്, 4 മണിക്കൊക്കെ വെളുപ്പിന് ഒരു കോൾ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു നമുക്ക് ഭയമില്ല മനസ്സിലായി. ഫോൺ എടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞു, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് സണ്ണി എന്നാണ്. സണ്ണി, നിൻ്റെ കഥ ഞാൻ വായിച്ചു, അസലായിരിക്കുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല കഥകളിലൊന്നാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആരാന്നറിയോ? കാക്കനാടൻ. അദ്ദേഹത്തിന് ഒരു സ്വഭാവം ഉള്ളതെങ്കിൽ നേരത്തെ കിടന്നുറങ്ങിയിട്ട് രാവിലെ 3 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റിരുന്നാണ് ഈ ആനുകാലികൾ മുഴുവൻ വായിച്ചു തീർക്കുന്നത്. അപ്പോൾ ഇത് വായിച്ച് തീർന്ന ഉടനെ തന്നെ അദ്ദേഹം എന്നെ വിളിക്കുകയാണ്. കാക്കനാടനെ പോലുള്ള ഒരു കഥാകാരൻ എന്നെപ്പോലെ എത്രയോ ജൂനിയറായിട്ടുള്ള ഒരാളുടെ ഒരു കഥ വായിച്ചിട്ട് അത് നന്നായിരുന്നു എന്ന് പറഞ്ഞ് അഭിനന്ദിക്കുക എന്ന് പറഞ്ഞാൽ അത് സൗഹൃദത്തിൻ്റെ വലിയൊരു ഒരു ദൃഷ്ടാന്തമാണത്. അങ്ങനെ സൗഹൃദങ്ങളില്ല ഇപ്പം നമ്മളൊരു കഥ എഴുതി കഴിഞ്ഞാൽ അൺലെസ് ആൻഡ് അൺടിൽ ഇതിനെക്കുറിച്ചൊരു ഒരു കോക്കസ് പോലുണ്ട്. മനസ്സിലായോ? അത് കൂടുതലും ഇതിനകത്താണ് വരുന്നത്, സോഷ്യൽ മീഡിയയിലാണ് വരുന്നത്. ഈ സോഷ്യൽ മീഡിയ നിന്നെ ഞാൻ ഇത് ചെയ്യാം, നീ എന്നെ ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടി ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ആസ്പെക്റ്റോട്, ആ ഒരു കാഴ്ചപ്പാടിൽ ഉള്ള ബന്ധങ്ങളല്ലാതെ, ഇപ്പം ടി വി കൊച്ചുബാവയൊക്കെ അദ്ദേഹം മരിച്ചു പോയല്ലോ. ടി വി കൊച്ചുബാവ, കുമാരൻ, പിന്നെ നമ്മുടെ രഘുനാഥ് പലേരി,
ഇങ്ങനെ കുറേ നമ്മുടെ പിന്നെ പായ് പ്രകാശ് ഇങ്ങനെ കുറേ ഒരേ കാലത്ത് ഞങ്ങൾ എഴുതിയ കുറേ പേരുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വന്നു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക, അത് നന്നായിരുന്നു അല്ലെങ്കിൽ അത് ശരിയായില്ലടേ ഇങ്ങനെയല്ലേ ഇങ്ങനെയൊന്ന് തുറന്ന് പറയാനുള്ളൊരു സൗഹൃദമായിട്ടുള്ളൊരു അന്തരീക്ഷം ഒന്നുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തപ്പെട്ടു. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ വന്ന ഒരു നോവലോ അല്ലെങ്കിൽ കഥ എഴുതി കഴിഞ്ഞാൽ പുള്ളിയും പുള്ളിയുടെ ചുറ്റുപാട് നിൽക്കുന്നവരും മാത്രം അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് വളരെ രസകരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങ് അവതരിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ട്. പല പുസ്തകങ്ങൾക്കും 4, 5, 8, 10, 15 എഡിഷനുകളാണ് വരുന്നത്. അതെ, ഈ എഡിഷനിലേക്ക് എങ്ങനെ പോകുന്നു? ഇത്രയും നമ്മുടെ വായന മരിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ പറയുന്നത്. പുസ്തകങ്ങൾ വിൽക്കുന്നില്ല എന്ന് പറയുന്നവരുണ്ട്, പുസ്തകങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്ന് പ്രസാധകർ പറയുന്നുണ്ട്. ചിലവ് മാത്രം ഇത്ര എഡിഷനിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് അങ്ങോട്ട് ചിലപ്പോൾ സത്യമായിരിക്കാം, അല്ലാന്ന് പറയുന്നില്ല. ചിലപ്പോൾ ഇഷ്ടം പോലെ ചൂടപ്പം പോലെ വിറ്റഴിയുന്നുണ്ടാവും. അതിനകത്ത് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം, എന്തടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അത് വിൽക്കപ്പെടുന്നത് എന്നുള്ളത് വളരെ കാര്യമായിട്ട് അന്വേഷിക്കേണ്ട കാര്യം. അത് തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി ഒരു പഴയ ചരിത്രത്തെ, അതുപോലെ തന്നെ വിപുലമായ ഇത്രയും മേഖലകളിൽ ഒരാൾ കയ്യൊപ്പ് പതിപ്പിക്കുക എന്നുള്ളത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില പല കാര്യങ്ങളും എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. അത് ആരുടെയെങ്കിലും നോയിക്കാനോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളതല്ല. മനസ്സിൽ നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുള്ള പല കാര്യങ്ങൾ പറയാനുള്ളൊരു വേദിയല്ലേ ഇത്. അതെ, ആ ഒരു വേദിയിൽ ഈ സമയത്ത് അവതരിപ്പിച്ചതേ ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ എഴുത്തിലും സിനിമയിലും സാംസ്കാരിക രംഗത്തും മറ്റേ ചിത്രരംഗത്തും ഒക്കെ തന്നെ പുതിയ തലമുറ നന്നായിട്ട് എക്സൽ ചെയ്ത് വരുന്നുണ്ട്. പുതിയ തലമുറ നന്നായിട്ട് വരുന്നുണ്ട്. അവർക്ക് പക്ഷേ ഒരു വഴി കാണിച്ചു കൊടുക്കാനായിട്ട് ഒരു മാർഗം ഇപ്പോൾ ഇല്ല. ആ ഒരു വഴി കണ്ടെത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് മനസ്സിൽ. തീർച്ചയായിട്ടും. ഇപ്പം ഒരു കാലഘട്ടത്തിൻ്റെ തന്നെ പല തുറവികളെ, ഇപ്പോൾ ദൂരദർശൻ പോലെ മലയാളികളെ ടെലിവിഷൻ കാണിച്ചു തുടങ്ങിയ ഒരു ചാനലിൻ്റെയൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരാൾ, അതുപോലെ തന്നെ പല സിനിമകളുടെയും പ്രധാനപ്പെട്ട സിനിമകളിലും അഭിനയിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിലൊക്കെ വലിയൊരു ചരിത്രത്തിലേക്ക് നമ്മൾ വളരെ വേഗം മടങ്ങിപ്പോയ ഒരു സമയം കൂടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അപ്പോൾ സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. നമസ്കാരം.